വലൈക്കും സലാം. മജീദ് സാഹിബ്, ഉമ്മൊക്കെ പോയി. പെങ്ങളും അനിയന്റെ ഭാര്യയും കുട്ടികളും അമ്മോസിനും അമ്മായും ഞങ്ങള് എന്റെ കുടുംബത്തിൽ നിന്ന് 16 ആള് പോയി ജീവിക്കാം. കൂടുതൽ നമ്മളെയും കൂടി കൊണ്ടേക്കായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു അറിയോ. സന്തോഷത്തിൽ പോവായിരുന്നു. ഞങ്ങളൊരു 4-5 ആളെ മാത്രം അവിടെ ബാക്കിയിട്ടിട്ട് പോയി. എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാനുള്ളൊരു പരിപാടി നിങ്ങൾ അവിടുന്ന് ചെയ്യാൻ പറ്റുമോ നോക്കി. ഇവിടെ കുറെ ആളുകൾ ഈ 10 ഏക്കർ ഭാഗത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും പോകും. ഇതേപോലെ ഈ പോക്ക് പോയ പോലെ ഇനിയും പോകും. ഇവിടെ 2015 നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത. അപ്പോൾ വല്ലാത്ത അവസ്ഥ. പഠിച്ചോ കാത്തില്ല. ഇത് നമ്മളെ ഹൈസ്കൂളിലെ സ്കൂളിൻ്റെ സൈഡിലുള്ള റോഡാണ്. ആ റോഡിലൂടെയാണ് ആ വെള്ളം വരുന്നത് കേട്ടോ. ഞാനിപ്പോൾ ലാസ്റ്റ് റെസ്ക്യൂ ടീം എത്തി ഇതെവിടെ വരെ എത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് എത്തിയിട്ടില്ല. ഇത് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമായിരുന്നു അല്ലേ. അല്ല ഈ വീട്ടിലുള്ള എന്താ സ്ഥിതി? ഇവിടെയാണ് ആ പുഴയുടെ ഉത്ഭവം. ഇത് കണ്ടോ, ഇതാണ് ഉത്ഭവം. ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ കേട്ടോ. മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി. ഇവിടെ കണ്ടോ, ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത്. ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള്, ആ മരം, ഇതൊക്കെ. ഇതിൽ ഈ ക്രോസായിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു. ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം. ആ പാലം, ഈ കാണുന്ന അമ്പലം, ഇതെല്ലാം പോയി. ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇത് കണ്ടോ, പുഴ വരുന്ന വരവ് കണ്ടോ. ഇതിലേ വന്ന് ഇവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ്. ഇത് കണ്ടോ, ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ, താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ. ഇതിലേ പോയി ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ, ഇത് കണ്ടോ, ഇത്രയും കിലോമീറ്റർ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്താണ്. അത്ര ദൂരം ആണ് ബോഡി ഒഴുകി പോയിട്ടുള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ദുരന്തമാണത്. ഇനിയും എത്ര ആൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ്. വല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ.